ഗൈസ്, എൻ്റെ പേര് ജിജോ ജോർജ്. മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള രാമമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. ബേസിക്കലി എനിക്കൊരു റെസ്റ്റോറൻ്റാണ്, സോണീസ് കഫേ എന്നാണ് അതിൻ്റെ പേര്. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് അവിടെയുണ്ട്, ഓൾ കൈൻഡ് ഓഫ് ഫുഡ് അവിടെയുണ്ട്, അവൈലബിൾ ആണ്. മെയിനായിട്ട് ഇതിനകത്ത് അറബിക്ക്, ചൈനീസ്, കോണ്ടിനെൻ്റൽ, ഇന്ത്യൻ എല്ലാവിധ ഫുഡും ഉണ്ട് നമുക്ക്. പക്ഷേ ഇപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞത് ഡോഗ്സിനാണ് എൻ്റെ മെയിനായിട്ടൊരു പാഷൻ. അപ്പോൾ എനിക്ക് കുറച്ച് ഡോഗ്സ് ഉണ്ട്, 10-18 ഡോഗ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ പറ്റി നമുക്ക് ഒന്ന് വിശേഷം അറിയാം. എൻ്റെ കയ്യിൽ ഗ്രേറ്റ് ഡെയിൻസ് ഒരു 8 എണ്ണം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാണുന്നത് ബ്ലാക്ക്, ഇത് മെർലി കളറ്, ഇത് ഫൗൺ കളറ്, അവിടെയുള്ളതൊക്കെ ഫൗൺ. പിന്നെ ആ നിൽക്കുന്നത് ഹാർലി ക്വീൻ, ടോട്ടൽ 8. പിന്നെ ഒരു ബ്രിൻഡിലുണ്ട്, ഇന്ത്യൻ ചാമ്പ്യൻ ഫയർ എന്ന് പറയുന്ന ഡോഗുണ്ട്. ഫയർ അതിൻ്റെ ഡയറക്റ്റ് സണ്ണാണ്. ഇതിൻ്റെ പേര് കോങ്. ഇത് ട്രിവാൻഡ്രത്തു നിന്നാണ് ഞാൻ എടുത്തത്. അതുപോലെ ഇത് വിഡെയിൻസ് എന്ന് പറയും, വിദ്യാധരൻ്റെ ഡോഗാണ്. വിദ്യാധരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡെയിൻസിൽ തന്നെ ഒരു പുലിയാണ്, സിംഹമാണ്. പുള്ളിയുടെ ഡോഗിൻ്റെ മോളാണിത്. ഇതും ഒരു 2 പ്രാവശ്യം ചാമ്പ്യനായതാണ്, 2 ടൈംസ് ചാമ്പ്യനാണ് ഇത്. പിന്നെ പോഷ് ഡെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CK മണികണ്ഠൻ്റെ ബ്രീഡിങ്ങിലുള്ള ഡോഗ്സാണ് ഇത് രണ്ടും. പിന്നെ അത് മസോഡെയിൻസ് എന്ന് പറയും, അത് ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് രാജ്കുമാർ, അതുപോലെ തന്നെ നന്ദു, അവരുടെ ബ്രീഡിങ്ങിലുള്ളതാണ്. മൊത്തം 8 വെറൈറ്റീസ് ഓഫ് ഡെയിൻ മാത്രമുണ്ട്. കാരണം ഇവന് ഹെവിയാണ്, സൈസ് മൊത്തത്തിൽ നല്ല ഹെവിയാണ് അവൻ്റെ സൈസ്. ലുക്ക് വൈസ് ടെറർ ലുക്കാണ്, പക്ഷെ എന്നാൽ ആൾ പാവം തന്നെയാണ്. വേറെ ഡോഗ്, പുറത്തുനിന്നൊരു ഡോഗ് വന്നാൽ മാത്രമാണ് ഇവൻ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് വീട്ടിലുള്ള ആൾക്കാരെ നന്നായിട്ട് അവൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വേറെ ഡോഗിനോടും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇവരൊക്കെ മെച്യൂർഡായി. ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന 2 ടൈം ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. നേരത്തെ 1 ഇയറിന് മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്ത് ഞങ്ങൾ ഡ്രൈ ഫുഡ്. പിന്നെ ഉച്ചയാകുമ്പോൾ റോ മീറ്റ് കൊടുക്കും. രാത്രി കഴിക്കുമ്പോൾ ചോറും ചിക്കനും മിക്സ് ചെയ്ത് ബിരിയാണി ടൈപ്പ് കൊടുക്കും. അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇറ്റ് ഡിപ്പെൻസ് നമ്മളെങ്ങനെയാണ് വളർത്തുന്നത്, അതാണ്. ഇവനെ നമ്മൾ ടെററാക്കി വളർത്തുന്നെങ്കിൽ ഈസിയായി ടെററായിട്ട് വളരും. ഇപ്പോൾ അതിനകത്ത് നമ്മുടെ ഓർണം ടെററായിട്ടാണ് വളർത്തേക്കണേ, അവനെ മാറ്റിയിട്ടാണ് വളർത്തേക്കണേ. പക്ഷേ ബാക്കിയെല്ലാം ഫ്രണ്ട്ലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ നല്ലൊരു ഡോഗാണ്. ഇവരെ ടെററാക്കി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടാം. ഒരാളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്ലി ആക്കിയാണ് ഇവർ വളർത്തേക്കണേ. ഈ ഗ്രേറ്റ് ഡെയിൻ എന്ന് പറഞ്ഞ സ്പീഷീസ് ഇത് വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനാണ് ഇവരുടെ മെയിൻ സ്ഥലം. ജർമ്മനിയിലെ ഹണ്ടിങ് ഡോഗാണ്, വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഡോഗാണിത്. ഇവർ ഒരു മനുഷ്യരെക്കാളും കൂടുതൽ സ്നേഹം ഇവർ തരും, അതുറപ്പാണ്. അത്രയ്ക്കും നമുക്ക് എന്താ പറയുക, എൻ്റെ മോളോടും എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഇപ്പോൾ എൻ്റെ മോളിപ്പോൾ സ്കൂളിൽ പോയിക്കോണം, ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. അവളുടെ അടുത്തേക്ക് പോലും ചെല്ലാൻ ആരും സമ്മതിക്കില്ല, അത്രയും കവർ ചെയ്യും. ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അത്രയും നല്ലൊരു ബ്രീഡാണ് ഇവർ. അത് നല്ല കാണുമ്പോൾ ഇച്ചിരി ടെററാണെന്നുള്ളൂ, പക്ഷേ വളർത്താൻ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഈ കളർ എന്ന് പറയുന്നത് ഹാർലി ക്വീൻ എന്ന് പറയും. ഗ്രേറ്റ് ഡെയിൻ്റെ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഡോഗാണ്. ഇതിന് ഹാർലി ക്വീൻ എന്ന് പറയും. ഇതിൻ്റെ മെയിൻ കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് വൈറ്റ്, ഇത് മിക്സ്ഡ് ആയിരിക്കും. നമ്മുടെ ഡാൽമേഷ്യൻ കണ്ടിട്ടില്ലേ, ആ ഒരു ഡാൽമേഷ്യൻ്റെ കുത്തുവത്താണ്, ഇതിന് പാച്ചസ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് സാധാരണ ഫാൻസി ആയിട്ട് വീടുകളിൽ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഡോഗാണ്. ഭയങ്കര ക്യൂട്ടാണ് കാണാനും, കളർ കാണാനും. അതുകൊണ്ട് നല്ല റേറ്റും ഉണ്ട് കേട്ടോ, ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല റേറ്റാണ്. പിന്നെ ഇത് ബ്രിൻഡിൽ പുറകെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് തോന്നുന്ന ഒരു കടുവയുടെ കളറ്, ഇതിൻ്റെ ബ്രിൻഡിൽ എന്ന് പറയും. ഇതെനിക്ക് ആകെ ഒരെണ്ണേ ഉള്ളൂ, ഇത് ഫീമെയിലാണ്. ഇപ്പോൾ ഇത് 5 മന്ത് ആയിട്ടുള്ളൂ. ഇവർ രണ്ടുപേരും 7 മന്ത്സ് കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ ഈ വളർച്ച എന്ന് പറഞ്ഞാൽ ഇത് 7 മന്ത്സിൻ്റെ വളർച്ചയാണ്. ഇനി ഇതിൻ്റെ പക്കാ വളർച്ച വേണമെങ്കിൽ 1.5 വയസ്സ് കഴിയണം. അത് ഏകദേശം എൻ്റെ ഇത്രയൊക്കെ വരും ടോട്ടൽ ഹൈറ്റ്. ഇത് പോഷ് ഡെയിൻസിൽ നിന്നാണ് ഇതിൻ്റെ ഫാദറൊക്കെ. ഇത് ബോക്സർ, ഇത് ഫീമെയിലാണ്. ഇതിൻ്റെ കളറും ബ്രിൻഡിലാണ്. ഇതിൻ്റെ ഫാദറും മദറും കൺട്രി ചാമ്പ്യൻസാണ്, ഫാദറും മദറും. ഇത് കോട്ടയത്ത് നിന്നാണ് എടുത്തത് കേട്ടോ. ഇപ്പോൾ ഇതിനിപ്പോൾ കറക്റ്റ് 7 മാസമായിട്ടുള്ളൂ, കറക്റ്റ് 7 മന്ത്സ്. ചെവിയൊക്കെ ക്രോപ്പ് ചെയ്തു, സെറ്റായി നിൽക്കുവാണ് ആളിപ്പോൾ. ഇനി അടുത്ത ഷോയ്ക്ക് ഇറക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഇതാണ് ഞങ്ങളുടെ ബേബി ലവ്. ഇപ്പോൾ ഇവൻ 6 മാസമായുള്ളൂ ഇവള്. ഇത് കാനാക്കോർസോ എന്ന് പറഞ്ഞ ബ്രീഡാണ്, ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ചില രാജ്യങ്ങളിൽ ഇത് ബാൻഡാണ്. ഈവൻ ഇപ്പോൾ USA കുറച്ച് സ്ഥലങ്ങളിൽ ബാൻഡാണ്. ഇംഗ്ലണ്ടിൽ, ഫ്രാൻസിൽ, ജർമ്മനിയിൽ, അയർലൻഡിൽ, ഇത്രയും കൺട്രീസിൽ ഇവൻ ബാൻഡാണ്. ഇവൻ കുറച്ച് അഗ്രഷൻ കൂടുതലുള്ള ഡോഗാണ്.
ഇവന് നമ്മൾ രാവിലെ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ കലിബ്രയുടെ ഡ്രൈ ഫുഡാണ്. കലിബ്ര എന്ന് പറഞ്ഞാൽ നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഡോഗ് ഫുഡ് എവർ. അതെനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ദീപു എന്നാണ് പേര്. പുള്ളിക്ക് അതിൻ്റെ ഷോപ്പാണ് കളമശ്ശേരിയിൽ. രാവിലെ അവന് കലിബ്ര കൊടുക്കും, ഉച്ചയ്ക്ക് നമ്മൾ സൂപ്പ് കൊടുക്കും, പിന്നെ മീറ്റ് കൊടുക്കും. അത് റോ ആയിട്ട് കൊടുക്കുന്നത്, റോ മീറ്റാണ് കൊടുക്കുന്നത്. പിന്നെ രാത്രി ആകുമ്പോൾ ഇവന് ചിക്കനും റൈസും കൊടുക്കും. അമേരിക്കൻ പുള്ളി XXL ഫീമെയിലാണ്. ഇതിപ്പോൾ 8 മാസമായി, 8 മന്ത്സായി. ഇപ്പോൾ തന്നെ ഇവന് അത്യാവശ്യം ഒരു സൈസായിട്ടുണ്ട്. ഇനി 1.5 വയസ്സ് വരെയാണ് ഇവൻ്റെ മൂവ്മെൻറ്റ്, വളർച്ചയുടെ മൂവ്മെൻറ്റ്. ഇതാണിപ്പോൾ ഇവന് ഇച്ചിരി അഗ്രഷൻ ഉണ്ട് കേട്ടോ, നല്ല രീതിയിലൊരു കുറച്ച് അഗ്രഷനുള്ള. എൻ്റെ അടുത്തില്ല, ബാക്കി എല്ലാവരുടെ അടുത്ത് നല്ല ഇതുള്ള. മുഖത്ത് മുഴുവൻ പാടാണ്, അടികൂടി എല്ലാവരും അടികൂടും. ഇത് പഞ്ചാബിൽ നിന്ന് ഉണ്ടെന്ന് കേട്ടോ, പഞ്ചാബിൽ നിന്ന് ഡയറക്ടർ ഉണ്ടെന്നാണ്. ഇതിൻ്റെ മദറൊക്കെ നല്ല ഫേമസ് ആണ്, ലിസ എന്ന് പറയും. ഫാദർ ഗോൾഡ് കോയിനാണ്, ഗോൾഡ് കോയിൻ. ബേസിക്കലി അമേരിക്കൻ പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ടെറർ ഡോഗാണ്. ശരിക്കും ഇവന് ഏറ്റവും ബെസ്റ്റ് വാച്ച് ഡോഗ് എന്ന് പറയാം. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി പോലില്ല, ഇതിൻ്റെ മോന്ത കണ്ടാൽ തന്നെ ഇതിൻ്റെ മുഖത്തുള്ള ഭാവം മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് നല്ല മൂടാണോ ചീത്ത മൂടാണോ എന്ന മുഖത്ത് അറിയാൻ പറ്റില്ല. ബാക്കി എല്ലാവരുടെയൊക്കെ അറിയാൻ പറ്റും. ഇതിൻ്റെ മുഖം ചിലപ്പോൾ പാവം പോലെ ഇരിക്കില്ല, അങ്ങനെ എപ്പോഴും ആ ഒരു ഫീലാണ്. പിന്നെ ഇവൻ അറ്റാക്ക് ചെയ്യും, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും, എല്ലാവരും അറ്റാക്ക് ചെയ്യും. പിന്നെ കടിച്ചാൽ സാധാരണ പട്ടി കടിച്ചിട്ട് വിടും, ഇത് വിടില്ല, അങ്ങ് പിടിച്ചു വയ്ക്കുകയുള്ളൂ, എത്ര ചെയ്താലും വിടില്ല. ഇവൻ 2-3 നേരം കടിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ. അത് പെട്ടെന്ന് കയറി വന്ന ആൾക്കാരെയാണ് കടിച്ചേക്കണേ. അത് നമ്മൾ ഗേറ്റ് അടിച്ചിടും, പക്ഷെ അത് ഉന്തി തള്ളി കയറി വന്നവർ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർ നമ്മൾ രാവിലെയും വൈകിട്ടും അഴിച്ചു വിടും, പുറത്തേക്ക് അങ്ങനെ പോകില്ല അവർ. ഇത് എന്നെയൊക്കെ താങ്ങാൻ പറ്റില്ല. ഇവനിപ്പോൾ 8 മാസം. ഇവളുടെ പേര് ജെനി എന്നാണ്. ഇത് ഇംഗ്ലീഷ് മസ്തീഫ് എന്ന് പറയും. നിങ്ങൾ ശരിക്കും ഇതിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. 8 മന്ത്സായി. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡോഗാണ്. ഇവന് ഇച്ചിരി മടിയൻ ഡോഗാണ്, മസ്തീഫാണല്ലോ. മസ്തീഫുകളെല്ലാം ഒരു മടിയന്മാരാണ്. പക്ഷേ എന്നാൽ നല്ല കൂടിൻ്റെ അടുത്തേക്ക് ഒരാൾ അടുപ്പിക്കില്ല, നല്ല പേടിപ്പിക്കും. നല്ല സ്നേഹമാണ്, നക്കി തിന്നും. ഭയങ്കര സ്നേഹം വെച്ചാൽ ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും വന്ന് മേത്തേക്ക് കയറാൻ നോക്കും. ഇവർ ഇച്ചിരി വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് നന്നായിട്ട് നിന്നില്ലെങ്കിൽ നമ്മളെ അടിഞ്ഞു പോകും, വീണ് പോകും. ഇതിപ്പോൾ 8 മാസമായുള്ളൂ. 1.5 വയസ്സ് വരെ ഇതൊരു 120 കിലോ ആവും മൊത്തം ടോട്ടൽ വെയിറ്റ്. ഇത് ഞങ്ങളുടെ ഇംഗ്ലീഷ് മസ്തീഫാണ്. ഇവളിപ്പോൾ പ്രഗ്നൻ്റാണ്. ഇവൾ മെയ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 20 ദിവസമായിട്ടുണ്ട്. അപ്പോൾ കൺസീവാണ്. ആൾ പാവാണ്, വളരെ പാവാണ്. വീടിൻ്റെ അകത്താണ് ഇവൾ കൂടുതൽ വളരുന്നത്. ഇവിടെ ഒട്ടും അഗ്രഷൻ ഇല്ല എന്ന് വെച്ചാൽ ഒട്ടും അഗ്രഷൻ ഇല്ല. വേറെ ഡോഗ് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ മാത്രം അഗ്രഷൻ കാണിക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം ഒരു അഗ്രഷൻ ഇല്ലാത്ത ഡോഗാണ്. നല്ല ബ്യൂട്ടിഫുൾ ഡോഗാണ്. അതെ, ഇതിന് കോമ്പാക്ട് സൈസാണ്. കോമ്പാക്ട് സൈസാണ്, നമുക്ക് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെയിലിന് ഇച്ചിരി വലിയ സൈസാണ്, ഇച്ചിരി വലിയ സൈസ് വരും. വീടിൻ്റെ അകത്താണ് ഇവൾ കൂടുതലും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാറ്റിയതാണ്. ഇവർ ഒട്ടും അഗ്രഷൻ കാണിക്കില്ല. വീടിൻ്റെ അകത്തായാലും നമ്മുടെ മമ്മിയുടെ കൂടെ അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ ഒക്കെ അവർ എപ്പോഴും കൂടെ ഉണ്ടാവും. അവർ ട്യൂഷൻ പഠിക്കുമ്പോൾ അടുത്തിരുന്നോളും, അങ്ങനൊരു പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരു ഡിസ്ട്രപ്ഷൻ ഇല്ല, മാറി നിന്നോളും. ഇത് എൻ്റെ സെയിൻറ്റ് ബെർണാഡ്. ഇവർ രണ്ടുപേരും ഫീമെയിലാണ്. ഇത് കോമ്പാക്ട് സൈസ്, ഇത് ലാർജ് സൈസ്. എനിക്ക് മൊത്തത്തിൽ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ 1 മാസം മുമ്പ് പോയി, സ്ട്രോക്കായിരുന്നു, പെട്ടെന്നായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ 3.5 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ പേര് ചാർലി എന്നാണ്. ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്ന് ഹീറ്റ് സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് പോയി. പിന്നെ നമ്മുടെ ചാർലി അത് ചാമ്പ്യനായിരുന്നു. 2 ടൈംസ് ഡോഗ് കോമ്പറ്റീഷനിൽ ചാമ്പ്യനായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കൺട്രി ചാമ്പ്യൻ ആയതിന്. പക്ഷേ അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല അവനെ വെച്ച് ഇവർ മെയ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മരിക്കുന്നതിനൊരു 2 ദിവസം മുമ്പ് മെയ്റ്റ് ചെയ്തതാണ് രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഒരുപോലെയാണ് ഇതായേക്കണേ. അപ്പോൾ കറക്റ്റ് 1 മന്ത് രണ്ടുപേരും ഇപ്പോൾ കൺസീവ് ആണെങ്കിൽ അറിയാൻ പറ്റും, ഉറപ്പായിട്ടില്ല. ഓരോ പ്രാവശ്യം ചെയ്തോളൂ. പക്ഷേ പിറ്റേ ദിവസം ചെയ്യായിരുന്നാണ്, അന്നേരമാണ് തലേദിവസമാണ് പെട്ടെന്ന് അടിച്ചു പോയത്. ഈ ബെർണാഡിനെ ബെർണാഡ് പാവാണ്. പക്ഷേ ഇവൾ അഗ്രഷനുണ്ട്, നല്ല അഗ്രഷനുണ്ട്. അവൾ ഭയങ്കര പാവാണ്. അത് കാരണം ഇത് നമ്മൾ ഇച്ചിരി വലുതായപ്പോൾ മേടിച്ചതാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇവർ ഇച്ചിരി അഗ്രഷൻ. പക്ഷേ അത് ചെറുപ്പത്തിലുള്ള കുഴപ്പമില്ല, സീനില്ല. പിന്നെ ഇവരെ മെയിൻ്റനൻസ് ഇച്ചിരി ടഫാണ്. കാരണം ഇവർക്ക് ഷെഡിങ് ഉണ്ട്, അതുപോലെ തന്നെ രോമം ഒരുപാട് കൂടുതലുള്ള ബ്രീഡായതുകൊണ്ട് എപ്പോഴും കുളിപ്പിച്ചും ചെയ്യുകയും വേണം. ഇപ്പോൾ തന്നെ ഇവനെ രാവിലെ കുളിപ്പിച്ചാണിത്. ഇപ്പോൾ ഇത് ഡ്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഷാമ്പു ഇടണം, നന്നായിട്ട് അവർ നോക്കണം. ശരിക്കും ഡ്രൈ പ്ലേസിൽ എപ്പോഴും ഇവരെ കിടത്തണം, ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇവരെ നോക്കാൻ. ഇതാണ് നമ്മുടെ ഡോഗിൻ്റെ ട്രെയിനർ മാരി.
ഫ്രം തമിഴ്നാടു. ഇവൻ നന്നായിട്ട് ഡോഗിനെ നോക്കും. എൻ്റെ ഒരു മുക്കാൽ ഹെഡേക്കും ഇവനാണ് എടുക്കുന്നത്. നന്നായിട്ട് നോക്കും, വളരെ വളരെ നന്നായി ട്രെയിൻ ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനില്ല, എനിക്ക് നമ്മുടെ ബിസിനസ് തന്നെ നോക്കാം. അവനത് ഫുൾ സപ്പോർട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ലിസ, അമേരിക്കൻ ബുള്ളി പോക്കറ്റാണ് അവൾ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റെവിൻ്റെ ഡോഗാണ്, അവനെനിക്ക് തന്നാണിത്. ഇതിപ്പോൾ അതിൻ്റെ ലിറ്ററിലിറങ്ങിയ 2 കുഞ്ഞുങ്ങളാണ്, 2 മെയിലാണ്. ഇപ്പം 4 ദിവസമായില്ല, എക്സാക്ട്ലി 4 days. അവർ കണ്ണ് തുറന്നിട്ടില്ല. അതെ, ഇപ്പോൾ ഇവള് ഭയങ്കര പാവമാണ്, ഒട്ടും അഗ്രഷൻ അല്ല. ഇപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മാത്രം ഒരു അഗ്രഷൻ കാണിക്കുന്നതാണ്. ആക്ച്വലി ഞാൻ ചെറുപ്പം മുതൽ ഞാൻ ഡോഗിനെ വളർത്തുമായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പപ്പ ആദ്യമായിട്ട് മേടിച്ചു തന്നത് മറ്റേ പൊമറേനിയൻ്റെ കുഞ്ഞിനെയാണ് ആദ്യമായിട്ട് എനിക്ക് മേടിച്ചു തന്നത്. ആ കുഞ്ഞിനെ ഞങ്ങൾ മേടിച്ച ദിവസം തന്നെ ഞങ്ങൾ ടൂറൊക്കെ പോയി ചെറായി എന്ന് പറഞ്ഞൊരു ബീച്ചിലാണ് പോയത്. അവിടെ പോയി കുറേ കക്കയൊക്കെ വാരി ഞാൻ തന്നെ കുഞ്ഞിന് കൊടുത്തു. ആ കക്കയൊക്കെ മുടിച്ച് കഴിച്ചിട്ട് അത് രാവിലെ ആയപ്പോൾ ചത്തുപോയി, മരിച്ചുപോയി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ്, ഭയങ്കര ചെറുതായിരുന്നു അന്ന്. അപ്പം വേറെ പിറ്റേ ദിവസം പോയി വേറെ ഓരോരുത്തരാണ് മേടിച്ച് എനിക്ക് തന്ന് അങ്ങനെ വളർത്തി തുടങ്ങിയതാണ്. പിന്നെ കുറച്ച് നാൾ ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് പപ്പയായിരുന്നു ഡോഗിനെ വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പപ്പ മരിച്ചുപോയി, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോഗൊന്നുമില്ല. പിന്നെ ഞാൻ ഖത്തറിലായിരുന്നു ഒരു 6-7 വർഷം. ഇപ്പോൾ ഈ കൊറോണ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഖത്തറിലെ ഒരു ഹോട്ടലിലെ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കൊറോണ കാരണം പിന്നെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇവിടെ ഞാൻ സ്വന്തമായിട്ട്, നമുക്ക് പണ്ടത്തെ ഒരു കഫേ ആയിരുന്നു ഇത്, സോണീസ് ഹോട്ടൽ എന്നായിരുന്നു എൻ്റെ പേര്. ഇപ്പോൾ ഞാനത് മാറ്റി സോണീസ് കഫേ ആക്കി. ഇപ്പം നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ച്. ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1-1.5 വർഷമായിട്ടുള്ളൂ ഈ ഡോഗിലേക്ക് ഇത്ര ക്രേസായിട്ട് വന്നു തുടങ്ങിയത്. ഇഷ്ടമാതിരി ഞാൻ എന്നെ ഒരു 2 ദിവസം കണ്ടില്ലെങ്കിൽ 2 ദിവസം കണ്ടില്ലെങ്കിൽ വന്ന് കെട്ടിപ്പിടിച്ച് നശിപ്പിച്ച് കളയും, നാക്കി ഇല്ലാണ്ടാക്കും. ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അവർക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇത്രയും ഡോഗ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ ഞാൻ പറയാം, ട്രെയിനർ മാരി അവൻ നന്നായിട്ട് നോക്കും. ഞാനില്ലാത്തൊരു കുറവ് പോലും കാണിക്കാണ്ട് എല്ലാം ക്ലിയറാക്കി അവൻ വെച്ചോളും. അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. സാധാരണ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, എവിടെയെങ്കിലും പോകുമ്പോൾ ഡോഗിനെ ഇട്ടിട്ട് പോകാൻ പാടാണ്. പക്ഷേ എനിക്ക് ആ ഒരു ടെൻഷനില്ല, മാരി ഉള്ളതുകൊണ്ട് ടെൻഷനില്ല. പിന്നെ ഒരുപാട് സന്തോഷമാണ്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇവരൊരു പ്രത്യേക വൈബാണ്. നമുക്ക് നമ്മളൊരു വേറൊരു മൂഡിലാണെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ആ ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, വളരെ ഹാപ്പി ആയിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മനസ്സ് തുറന്നവരാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഡോഗ്സിൻ്റെ കൂടെ.